വാഴക്കൂമ്പ് നല്ലതാ മോനെ, ആരോഗ്യത്തിന് നല്ലതാ, ശരീരത്തിന് നല്ല എന്താന്നാ. എനിക്കെങ്ങും വേണ്ട വാഴക്കൂമ്പ്, എനിക്ക് വാഴക്കൂമ്പ് ഇഷ്ടമല്ല. വാഴക്കൂമ്പിനൊരു വെറൈറ്റി ആയിട്ടുണ്ട്, ഇഷ്ടമല്ലാത്തൊരു ഇവളെന്തെങ്കിലും ഉണ്ടാക്കി തന്നെ നമ്മളെ കൊല്ലു. അതിനെപ്പറ്റി നിനക്കറിയാൻ മേത്തോണ്ട വാഴക്കൂമ്പിന് എന്ത് ഗുണമാണെന്നറിയാവോ? വാഴക്കൂമ്പ് കൊണ്ട് ഇവളെന്തോ ഉണ്ടാക്കാൻ പോകുന്നത്? അതെന്തെങ്കിലും ഉണ്ടാക്കട്ടെ, വിഷമല്ലല്ലോ എന്തായാലും. അതെന്തെങ്കിലും ഉണ്ടാക്കിയാൽ തിന്നാൻ പറ്റും. പക്ഷെ നിനക്കതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നീ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് സംഘടിപ്പിച്ചുകൊണ്ട് തരണം. അതങ്ങ് പറ്റിപ്പോയി. എന്നാ പിന്നെ നമ്മക്കങ്ങ് ഉണ്ടാക്കാം. അവിടെ അവക്ക് സാധനം എല്ലാം മേടിച്ചു നടക്കുന്നത് നമുക്ക് ഉണ്ടാക്കിക്കൂടാ? പൂവില്ല. രണ്ടു മൂന്നെണ്ണുണ്ട്. ചേച്ചി അമ്മയില്ലയോ? കേസ് നമ്മൾ പിച്ചാൻ വന്ന പൂവെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങോട്ട് നോക്ക്, വലിയ ശംഖുപുഷ്പം. ഇതാണ് നമ്മൾ പറിക്കാൻ വന്നിരിക്കുന്ന പൂവ്. ഇത് മറ്റേ വാഴക്കൂമ്പിനകത്ത് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ പറിച്ചിരിക്കുന്ന ഇതാണ് കേസ്. നോക്കി എന്താ ആവേശത്തിൽ ചാടിയാൽ പണിയാവും. അതുകൊണ്ട് കസേര എടുത്തിട്ട് വരാം. അപ്പോൾ ഗേസ് നമ്മൾ വാഴയുടെ കൂമ്പ് പറിക്കാൻ പോകാൻ അടുത്തത്. നമ്മൾ ആദ്യം ശംഖുപുഷ്പം പറിച്ചു, അത് കഴിഞ്ഞിട്ട് വാഴയുടെ കൂമ്പാണ് നമ്മൾ പറിക്കാൻ പോകുന്നത്. കമ്മ അങ്ങനെ വാഴക്കൂമ്പ് പറിക്കാൻ കസേരമ്മ കയറി നിപ്പുണ്ട് അവൻ. കസേര കയറിയിട്ട് കാര്യമില്ല, കത്തി വേണം. ഒടിച്ചിടാൻ പറ്റത്തില്ല, കൊല ഉൾപ്പെടെ നിൽക്കുന്നത്. അവിടെ ഒരെണ്ണം നിപ്പുണ്ട്, പക്ഷെ അത് പറിക്കാൻ സമ്മതിക്കത്തില്ല, അത് കൊലച്ചിട്ടില്ല. ഞാൻ പിച്ചാത്തി എടുത്തിട്ട് വരാം. അതുകൊണ്ട് പിച്ചാത്തി എടുക്കാൻ പോവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് വാഴയുടെ കൂമ്പിന്റെ ഒരു സൂമ്പട് വീഡിയോ. എന്താ ഒരു ഭംഗിയാണ്. ഇതൊക്കെ ആയിട്ട് വന്നു. ഇത് കളയല്ലോ. ആ പൂവ്, എല്ലാ പൂവും കളയല്ലേ, നല്ല പൂ വെച്ചേക്കണം. അങ്ങനെ നമ്മൾ കൂമ്പ് പറിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചാൽ കറ വീഴും. ഇതാണ് കൂമ്പ്. ഇവിടെ നല്ല വെട്ടമുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പറിച്ചിരിക്കുന്ന കൂമ്പ്. എന്നാൽ വേറൊരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഏതെല്ലാം ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചിങ്ങനെ എടുക്കും. എന്നിട്ട് ഞാൻ തേനിങ്ങനെ, സൂപ്പർ. പക്ഷെ ഇതിനകത്ത് തേനില്ല. എൻ്റെ അഭിനയമായിരുന്നു. കാരണം ഇതിനകത്ത് ഉറുമ്പ് തിരുന്ന് എല്ലാം ഇതിനകത്ത് ഇന്ന് തന്നെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തേൻ കിട്ടാൻ വഴിയില്ല. ഇതിനകത്ത് വേറൊരു വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ തേനുണ്ടാവും, ഇതിനകത്ത് തേനുണ്ടാവും. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാം കുടിക്കുന്നത്. ഇതിനകത്ത് ഒറിജിനലായിട്ട് മധുരം. വാ. അപ്പൊ ഗൈസ് നമ്മൾ ആദ്യമായിട്ട് എന്തെടുക്കാൻ പോവാണ്? കട്ട. ഓക്കെ, വാ. അടുപ്പ് കൂട്ടാൻ വേണ്ടി കട്ട എടുക്കുകയാണ്. അടുപ്പ് കല്ല് വേറെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങള് ഉമ്മ വെച്ചേക്കുന്ന അടുപ്പ് കല്ല് കൂട്ടാന്ന് വിചാരിച്ചു. അല്ല, ഇവിടെ വെക്കട്ടെ. വീടിന്റെ ഫ്രണ്ടിലാണ് വെക്കുന്നത്. ഇങ്ങോട്ട് വെക്ക്, ഇവിടെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ അടുപ്പിന് സ്ഥാനം കണ്ടു ഗൈസ്. നമ്മൾ ഇവിടെയാണ് നമ്മുടെ അടുപ്പ് കൂട്ടാൻ പോകുന്നത്. ഉമ്മ ചീത്ത പറഞ്ഞില്ലേ കൊള്ളാം. തീർച്ചയായിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മയുടെ ഒരു കുസൃതി നമുക്ക് കാണാം. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ആരും പ്ലാസ്റ്റിക് കത്തിക്കാൻ നിൽക്കരുത് കേട്ടോ. അയ്യോ, ഉമ്മക്ക് ഫൈൻ വരും. അത് ഇടല്ലേടാ. ഉമ്മക്ക് ഫൈൻ വരട്ടെ. ഞാൻ ഇത് വീഡിയോ ഇട്ടേക്കുന്നത് മെയിനായിട്ട്. നമ്മൾ ഇന്ന് എന്തോ ഉണ്ടാക്കുന്നത് ഉമ്മക്ക് അറിയാവോ? ഉമ്മ എവിടെ പോയി? ധൃതി എന്ത് ഇത്ര? അവിടെ നിൽക്കൂ. വേസ്റ്റ് കത്തിക്കാൻ പ്ലാസ്റ്റിക് ആണ് കത്തിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പൊ അവിടെ പോയി നോക്കും എന്തോ ആണ് കത്തിക്കുന്നതെന്ന്. ആണോ? അടുപ്പ് കൂട്ടി വെച്ചിരിക്കുകയാണ്. കത്തിച്ചോ. അയ്യോ, ഇപ്പോഴേയോ? പാത്രം എടുത്തോണ്ട് വന്നില്ല ഗൈസ്, പാത്രം ഒന്നും എടുത്തോണ്ട് വന്നില്ല. പക്ഷെ ഉമ്മ അടുപ്പ് കത്തിച്ചിട്ട് പോയി. ആക്ച്വലി നമ്മള് പാത്രം ഒന്നും തീരുമാനിച്ചിട്ടില്ല, പാത്രം ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ഉമ്മ അടുപ്പ് കത്തിച്ചിട്ട് പോയി. ഇത് കത്തിത്തിരുന്നതിന് മുമ്പ് ഞാൻ അകത്ത് പോയിട്ട് പാത്രങ്ങളൊക്കെ എടുത്തോണ്ട് വരാം. അങ്ങനെ നമ്മള് അടുപ്പൊക്കെ കത്തിച്ചു, സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു ചെറിയ ചരുവം വെക്കാം. ചോറ് വെക്കാനുള്ള നമ്മുടെ ചെറിയ ചരുവം വെച്ചിട്ടുണ്ട്. അങ്ങനെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അപ്പം അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ.
പട്ട ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. ചോറ് വെക്കാനുള്ള സെറ്റപ്പാണ്. അപ്പം നമ്മൾ ഇതിനകത്തായിട്ട് പട്ട ഗ്രാമ്പു തുടങ്ങിയ മസാല ഐറ്റംസ് ഇടുകയാണ്. ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ പട്ടയും ജീരകവും മാത്രമേ ഉള്ളൂ. തൽക്കാലം ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഇടുമ്പോൾ എല്ലാം ഇടണം കേട്ടോ, ബിരിയാണിക്ക് ഇടും. ആക്ച്വലി ഇന്നിവിടെ ഒരു ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു, അതുകൊണ്ട് ഉമ്മ എല്ലാം ഇട്ട് തീർത്ത് കളഞ്ഞു. ഞങ്ങൾ അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചാണ് നമ്മുടെ ഈ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണ്ട ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇതാവട്ടെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ച് സവാള, ഇത് ചോറിന് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് സവാള ഇതൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഇത് വാഴപ്പൂവാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഒന്ന് വാടട്ടെ. കത്തിയാണെങ്കിൽ കിടന്ന് തെക്കോട്ടും വടക്കോട്ടും ഓടുകയാണ് ഗൈസ്. നമുക്കപ്പോൾ നന്നായിട്ട് വാടിയിട്ട നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നത്. പുകയടിക്കുന്നത് അത് തന്നെയല്ലേ ഞങ്ങൾ ഇവിടുത്തെ. ഇത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ. എത്ര പേരെ തീ കത്തിക്കാൻ. ബിരിയാണി കഴിക്കാൻ വെള്ളം ഇതിപ്പോ കത്താത്തോടെ വാഴപ്പൂവൊക്കെ ഉറങ്ങി ഒക്കെ വെളിയിലോട്ട് വരുന്നുമ്മ. ഈ ബുദ്ധി എന്താ നേരത്തെ തോന്നാൻ? എന്തുകൊണ്ടാണ് മല്ലയ്യ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാഞ്ഞ്? പുകയോ കേട്ടോ, ഇത് കത്തുന്നതല്ല. ഇത് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇതേ ഉള്ളൊരു വഴി. അല്ല, എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അടുപ്പിൽ മാത്രം ട്രൈ ചെയ്യരുത്, ഗ്യാസിൽ കത്തിച്ച് പഠിക്കാം. നമുക്ക് വെള്ളം ഒഴിക്കാം. ചെറിയ ക്വാണ്ടിറ്റി അരി എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ചോറ് വെച്ച് ഊറ്റാനമ്മ പറയണ്ടോ? അയ്യേ, നിങ്ങൾ തിന്നിട്ട് സൂപ്പർ എന്ന് പറയും കണ്ടോ. അപ്പൊ അതായത് തിളച്ചിട്ടുണ്ട് വെള്ളം. നമുക്ക് അരി ഇടാം. ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ള അരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് വെള്ളം കളഞ്ഞതാണ്. വേകാൻ വേണ്ടിയിട്ട് നമുക്ക് അരി ഇടാം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അരി പകുതി വേവായിട്ടുണ്ട്. അപ്പം ഞാനിത് ചോറിലൊക്കെ ഇടാൻ പോവാണ്. നിങ്ങൾ വെക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അധികമുള്ള ശംഖുപുഷ്പം എടുക്കണം, കാരണം ഇത് നമുക്ക് ഇത്ര കിട്ടിയോളൂ. ചോറ് നല്ല നീല കളറിൽ വരണം. ഇതിനകത്ത് കളർ എത്രത്തോളം ഇറങ്ങുമെന്ന് അറിയില്ല, എന്നാൽ നമ്മൾ ഇടുവാണ്. ഓക്കെ, അങ്ങനെ തിളച്ചിരിക്കുകയാണ്. അപ്പോൾ ഊറ്റാൻ പോവാം. ഞങ്ങളുടെ ഉമ്മയാണ് ഊറ്റാനുള്ള പരിപാടിയിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണോ ഊറ്റുന്നത്? ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ. വെള്ളം പോയില്ല. തുറന്നേ നോക്കും. അപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. സംശയമുണ്ടോ? ഞങ്ങളുടെ വീഡിയോയിലുണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ച് ഞങ്ങൾ അനുവാദം ചോദിക്കുന്നത്. ഇതിന്റെ പച്ചമണമൊക്കെ മാറി നമുക്ക് ഇതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കും. അതല്ലെന്ന് ഇത് ഇളക്ക്. ഞാൻ പോയി
ഇടക്കളി വന്നു. കരിഞ്ഞു പോകും, ഇത് എളുപ്പവാ. അങ്ങനെ നമ്മുടെ ഇളക്കുന്ന ആള് മാറിയിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കി. നീ എന്തോ ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ട്? നിനക്ക് ഉണ്ടാക്കാൻ എന്തെങ്കിലും അറിയാമോ? ഓംപ്ലേറ്റ് അടിക്കാൻ അറിയാമോ? ഓംപ്ലേറ്റ് എത്ര വട്ടം തിരിച്ചിടേണ്ടി വരും? 3 തവണ. 3 വട്ടം തിരിച്ചിടുന്നു. വളരെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറിലൊക്കെ ആയി. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. നമ്മൾ ഇതേ മസാലപ്പൊടികളൊക്കെ ഇടാൻ പോവാണ്. തക്കാളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. ആക്ച്വലി നമ്മൾ തവിയുടെ അവസ്ഥ ഈ അവസ്ഥയിലായി പോയിട്ട് ഉമ്മ വരുന്നതിന് മുമ്പ് നമുക്കിത് പഴയ അവസ്ഥയിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ അങ്ങ് ആകും. നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് നിൽക്കും. ഇത് പ്രത്യേകത ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ പ്രത്യേകം പണി കഴിപ്പിച്ച തവയ ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ അതേ കുക്കറിൽ നമുക്ക് ആവശ്യമുള്ള ബീഫ് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഈ അരപ്പിലേക്ക് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഓൾറെഡി ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ഗ്രേവിക്ക് ആവശ്യമുള്ളത്. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുപ്പെന്ന് പറഞ്ഞാൽ നമ്മളുടെ പുറത്ത് വെച്ചിട്ടുള്ള കുക്കിംഗ് ആണ്. ഞങ്ങൾ നേച്ചറിനോട് ചേർന്ന് നിന്ന് കുക്ക് ചെയ്യാന്ന് വിചാരിച്ച്, പക്ഷെ അത് പണിയാണ്. തവി പകുതി നിങ്ങൾ കരുതും വാഴക്കൂമ്പിലൂടെ തവി കൊണ്ടിട്ട് ഫ്രൈ ചെയ്യുവാണെന്നല്ല, അത് വീരചരമം അടഞ്ഞിരിക്കുന്നു. നമുക്ക് ഇതിന്റെ സമാധിയിലേക്ക് കൊണ്ടുപോകാം. പോയാൽ വേറെ സ്പൂൺ എടുത്തോണ്ട് പോവാം. മുച്ചാടെ അടുത്ത ടൂള് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതായിരിക്കും നമ്മളുടെ ഇളക്കുന്ന സാധനം. ഇത്ര ശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2 വർഷം എക്സ്ട്രാ ജീവിച്ചേനെ. നമ്മള് വേവിച്ച് വെച്ച് നമ്മുടെ ചോറ് ഇതിലേക്ക് ദം ചെയ്ത് കൊടുക്കുകയാണ്. പാരമ്പര്യമായ രീതിയിൽ നമുക്ക് നമ്മുടെ ഇല ഇങ്ങനെങ്ങാണ്ടല്ലേ അമ്മ ഇത് വേവിച്ചല്ല വാട്ടുന്നേ. നമ്മളിങ്ങനെ പാരമ്പര്യമായ നമ്മളിവിടുന്ന് നമ്മൾ നേരത്തെ ദമ്മാക്കി വെച്ച നമ്മുടെ മസാലയും ചോറും നമ്മൾ ഈ വാഴപ്പൂവിനകത്ത് നിറയ്ക്കും. നമുക്ക് ഈ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഈ സാധനം വാഴയിലേക്ക് മാറ്റാം. നമുക്കിത് കവർ ചെയ്യാം. അപ്പൊ അതെ നമുക്ക് വാഴയിലയിൽ നമ്മളത് പൊതിഞ്ഞ് റെഡിയാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ആവിക്കാം. വെള്ളം ഇച്ചിരി വെച്ചുള്ളൂ, തീ കയറുമ്പോൾ വെള്ളം വെച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ സാധനം റെഡി ആയിരിക്കുകയാണ്. അതിപ്പോൾ ഇരിക്കുകയാണ്. നമുക്കൊരു പ്ലേറ്റിലോട്ട് അപ്പൊ നമ്മുടെ ഐറ്റം റെഡി ആയിരിക്കുകയാണ്. നമുക്കത് പ്ലേറ്റിലേക്ക്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ആവി പറക്കുന്നുണ്ട് ഗൈസ്. നല്ല സെറ്റായിരിക്കണം. അയ്യോ, അപ്പോൾ ദേ നമ്മുടെ വാഴപ്പൂ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന്
ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. നോക്കി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചൂടാണ്, പക്ഷെ എന്നാലും നമ്മൾ ചൂടാടാ. സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വീട്ടിലുള്ളതാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറാണ്.